കെബിൻ, ഞാനൊരു പോസ്റ്റ് വായിക്കാം. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP NDA സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത കേരളത്തിലുടനീളമുള്ള ജനങ്ങളെ എന്റെ നന്ദി അറിയിക്കുന്നു. UDF-നെയും LDF-നെയും കൊണ്ട് സഹികെട്ടിരിക്കുകയാണ് കേരളം. മികച്ച ഭരണം കാഴ്ചവെക്കാനും ഏവർക്കും അവസരങ്ങളുള്ള വികസിത കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റാണ്. ഇത് ആരുടേതാണെന്ന് മനസ്സിലായി കാണും. ഇത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോസ്റ്റാണ്. ഇത് കാണുന്ന അന്യസംസ്ഥാന BJP ഭക്തർക്ക് തോന്നുമായിരിക്കും കേരളത്തിൽ BJP അങ്ങ് നടമാടി നിറഞ്ഞാടി എന്നൊക്കെ തോന്നും. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അത്തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നതെന്നാണ് തോന്നുന്നത്. അവിടെ നിന്ന് വരുന്ന പോസ്റ്റുകൾ കാണുമ്പോൾ, യോഗിയുടെ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ കേരളത്തിൽ ഇപ്പൊ പിണറായി സർക്കാരിനെ താഴെ ഇറക്കി ഇവിടെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയാണ് ഭരിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളൊക്കെയാണ് വരുന്നത്. യോഗി പ്രശംസിക്കുന്നു, അതേപോലെ മോദി പ്രശംസിക്കുന്നു, ആരൊക്കെ പ്രശംസിക്കുന്നു. നോക്കൂ മേഘ, തലസ്ഥാനത്ത് കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് അവിടെ BJPയെ സംബന്ധിച്ച്. രണ്ടാമത്തെ കാര്യം, 26ഓളം പഞ്ചായത്തുകൾ പിടിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് കണക്കുകൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ദേശീയ പാർട്ടിയായിട്ടുള്ള BJP സംസ്ഥാനത്തുകൾ ആകെ നേടിയ വാർഡുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പുറകിലാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അതെ, അതിനു മുൻപായി ഈ BJP ഇത്രയധികം സീറ്റുകൾ നേടിയെന്ന് പറയുമ്പോൾ നമുക്ക് കണക്കുകൾ പരിശോധിക്കാം. നമുക്ക് എപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് ആണല്ലോ നമുക്ക് പ്രധാനം. ഇതിൽ പറയുന്നത് ബ്ലോക്കുകളിൽ 152 ബ്ലോക്കുകളിൽ എത്ര ബ്ലോക്കുകളാണ് BJP പിടിച്ചിരിക്കുന്നത്? 0 ആണ്. അതുപോലെ അടുത്ത ഇനി ഗ്രാമപഞ്ചായത്തുകൾ എടുക്കുകയാണെങ്കിൽ 941 എണ്ണത്തിൽ എത്ര എണ്ണം പിടിച്ചിട്ടുണ്ട്? 26 എണ്ണമാണ് പിടിച്ചിട്ടുള്ളത്. ഇനി ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യമാണെങ്കിൽ 14 എണ്ണത്തിൽ എത്ര എണ്ണം പിടിച്ചിട്ടുണ്ട്? 0. 7 എന്ന നിലയിൽ LDF-ഉം UDF-ഉമാണ് അവിടെ നിന്നിട്ടുള്ളത്. ഇനി മുനിസിപ്പാലിറ്റിയിലേക്ക് വരാം, അവിടെ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലേ. അടുത്ത ഈ പറയുന്ന കൊട്ടിഘോഷിക്കുന്ന തിരുവനന്തപുരം മാത്രം 6 കോർപ്പറേഷനിൽ 1 കോർപ്പറേഷൻ മാത്രമാണ് നേടിയിട്ടുള്ളത്. ഇനി സംസ്ഥാനത്ത് വേറൊരു കാര്യം, സംസ്ഥാനത്ത് ഏകദേശം 3000-ഓളം വാർഡുകളിൽ BJP സ്ഥാനാർത്ഥികളില്ല എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ അവസാനമായി പുറത്തുവിട്ടിരുന്ന കണക്കുകൾ. ഏറ്റവും കൂടുതൽ സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ള BJP ആണെന്നുള്ള അവകാശവാദമൊക്കെ. ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ മൂന്നാമത്തെ പാർട്ടിയായി മുസ്ലിം ലീഗ് മാറി. അതായത് 2844 സീറ്റുകൾ നേടി ചരിത്ര നേട്ടമുണ്ടാക്കിയപ്പോൾ തൊട്ടുപിറകെ, അതായത് 1913 വാർഡുകൾ നേടാൻ സാധിച്ചെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 19,500 സ്ഥാനാർത്ഥികളെയാണ് BJP ഇത്തവണ താമര ചിഹ്നത്തിൽ മത്സരിപ്പിച്ചത്. അതിൽ എത്ര പേർ വിജയിച്ചിട്ടുണ്ട് കെവിൻ? എത്ര പേർ വിജയിച്ചിട്ടുണ്ട്? 1913 പേർ വിജയിച്ചിട്ടുണ്ട്. സ്വന്തം ചിഹ്നത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന പാർട്ടി എന്ന അവകാശവാദത്തിലാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതെ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് BJP എടുത്തു കാട്ടിയിരുന്നത് ശബരിമല, അയ്യപ്പനെ സംരക്ഷിക്കണോ, ഞങ്ങൾക്ക് വോട്ട്, ഇതായിരുന്നു അവരുടെ ആപ്തവാക്യം. എങ്കിലും നമ്മൾ മനസ്സിലാക്കണം, പന്തളത്ത് BJP ഇട്ടിട്ടില്ല. ശബരിമല ഇരിക്കുന്ന സ്ഥലത്ത് BJP. പാലക്കാടും സമാന്തരമായ അവസ്ഥയാണ്. അതായത് പാലക്കാട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. അവിടെ രാഹുൽ മാങ്കൂട്ട് എഫക്റ്റ് ആയിരിക്കുമല്ലേ. മറ്റൊരു കാര്യം നോക്കൂ, തൃശ്ശൂർ എടുത്തെടുത്ത് തൃശ്ശൂരിന്റെ കാര്യം എന്തായി? തൃശ്ശൂരിൽ എന്തായിരുന്നു? തൃശ്ശൂർ ഞാൻ ആലോചിക്കും, സത്യം പറഞ്ഞ ചക്ക വീണ മുയൽ ചത്ത അവസ്ഥയാണ്. UDF-ന് 35 സീറ്റ് എങ്ങാണ്ടുണ്ട്. തൊട്ടു പുറകിൽ 11-12 സീറ്റുകളിലായിട്ട് LDF ഉണ്ട്. 8-7 എങ്ങാണ്ടല്ലേ BJP. അവിടെ എന്തോ സംഘടനാ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് അറിയില്ല. സുരേഷ് ഗോപി അവിടെ എന്താ ചെയ്തതെന്ന് അറിയില്ല. കോഫി കുടിക്കുന്നു, കലങ്ങി പോകുന്നു, അവിടെ രാത്രി ഇറങ്ങി മതിലെഴുതുന്നു. ഇതൊക്കെ ചെയ്തിട്ടും തൃശ്ശൂരിലെ ജനങ്ങൾക്ക് മനസ്സിലായി കേട്ടോ അതായത് അന്ന് തൃശ്ശൂരിൽ ജനങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തപ്പോൾ BJP വിജയിപ്പിച്ചപ്പോൾ നമ്മളെന്ന് പറയുന്നത് മറ്റു ജില്ലക്കാർ പറഞ്ഞില്ലേ, കുത്തരുതേ എന്ന് പറഞ്ഞില്ലേ. ആ കാര്യം അവർക്ക് ഇത്രയും വർഷം കൊണ്ട് മനസ്സിലായി. ഇതിനിപ്പോ മനസ്സിലാൻ പോണ വേറൊരു എവിടെയാണെന്ന് അറിയാമോ? വേറെ സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? തിരുവനന്തപുരം. അതായത് 3 വർഷത്തിനകം മനസ്സിലാവും. പക്ഷെ വേറൊരു നിരീക്ഷണമൊക്കെ വരുന്നുണ്ട്, അവിടെ ഇന്ത്യ സഖ്യം ഭരിക്കുമെന്നുള്ള ഒരു നിരീക്ഷണം എന്നൊക്കെ വരുന്നുണ്ട്. അറിയില്ല, വരും ദിവസങ്ങളിൽ. പന്തളം മുനിസിപ്പാലിറ്റിയിൽ തോറ്റതും BJPക്ക് ക്ഷീണമായി. തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലം, കോഴിക്കോട് കോർപ്പറേഷൻ മികവ് കാട്ടിയെങ്കിൽ പ്രതീക്ഷിച്ച വോട്ട് ഷെയർ ഉയർത്താൻ സാധിച്ചില്ല. പക്ഷേ അതെ, നമ്മൾ ഈ കറക്റ്റ് ആയിട്ടുള്ള കണക്കുകൾ നോക്കിയില്ലായിരുന്നുവെങ്കിൽ BJP പുറത്തുവിടുന്ന കണക്കുകൾ വെറുതെ ഒന്നും ഇങ്ങനെ പോകുന്ന വഴിക്ക് കേട്ടിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചേനെ BJP ആണ് കേരളം അടുത്ത് ഭരിക്കാൻ. അല്ല, 2031 അവർ പ്രധാന പ്രതിപക്ഷമായി എത്തുകയും 2036 അവർ കേരളം ഭരിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന സാഹചര്യത്തിലാണ്. പക്ഷേ നോക്കൂ, ഇന്നലെ സംസ്ഥാനത്ത് BJPയുടെ മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ അദ്ദേഹം
പറഞ്ഞു ചിലയിടങ്ങളിൽ ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്, മറ്റു സ്ഥലങ്ങളിൽ തോൽവി സംഭവിച്ചതിനെ പറ്റി പഠിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എല്ലാവരും ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനൂടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ BJPയുടെ സ്ഥിതിയെ പറ്റി ആലോചിച്ച് നോക്കൂ. അതെ, CPM-നേക്കാൾ വളരെ മോശമായ സ്ഥിതിയിലേക്ക് അവർ പോകുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായിട്ടും. അതായത് CPM എന്തായാലും ഒരിക്കലും ആ ഗതികേടിലൊന്നും പോകേണ്ട സ്ഥാനത്ത് കൃത്യമായി അടിത്തറയുള്ള ഒരു പാർട്ടിയാണ് CPM. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ എല്ലാം രാജ്യാന്തര ശ്രദ്ധ മൊത്തം തിരുവനന്തപുരത്തേക്ക് പോകുന്നു. മോദി വരുന്നു, യോഗി ആദിത്യനാഥ് പ്രശംസിക്കുന്നു. സത്യം പറഞ്ഞാൽ യോഗി പിന്നെ അടുത്ത ലീവിന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകുമ്പോൾ മോദിയെ കണ്ടിട്ടാണോ വരാൻ? തീർച്ചയായിട്ടും. അതുമല്ല, ഇനിയിപ്പോ ഞാൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ഇരിക്കുന്നത്. 2036 ഒളിമ്പിക്സ് അവിടെ ആണല്ലോ. അപ്പൊ ഒളിമ്പിക്സിന്റെ ഭാഗമായി വല്ല മീഡിയ ചീഫ് എഡിറ്റർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു പ്രത്യേക യൂണിറ്റ് തന്ന് നമ്മളെ ഒളിമ്പിക്സ് കവർ ചെയ്യാൻ പ്രത്യേക നിർദ്ദേശം. നമ്മൾ റിട്ടയർ ആയിട്ടില്ലെങ്കിൽ 2036 ഇനിയിപ്പോ ഒളിമ്പിക്സ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേന് ഒരുപാട് നാളത്തെ പ്രവർത്തനമാണ്. മെസ്സി വന്നതുപോലൊരു വലിയ പ്രവർത്തനമാണല്ലോ. ഏത് മെസ്സി വരുമെന്ന് പറഞ്ഞു വന്നു. മെസ്സി വന്നു ഹൈദരാബാദിൽ പരിപാടി നടത്തി. രാഹുൽ ഗാന്ധി സ്പാനിഷിൽ സംസാരിച്ച് മെസ്സിയെ അടിച്ചിടുന്നു. അങ്ങനെ രാഹുൽ ഗാന്ധിയുമായി നടന്നും ഇരുന്നും ഓടിയും ഫുട്ബോൾ കളിച്ചുമൊക്കെ സംസാരിക്കുന്ന വീഡിയോകളൊക്കെ പുറത്തു വരുന്നു. പക്ഷെ എനിക്കിപ്പോഴത് നോർത്ത് ഇന്ത്യയിലെ നേതാക്കൾ എനിക്ക് തോന്നുന്നു നിയമസഭ പിടിച്ചു എന്നാണ് തെറ്റിദ്ധരിക്കുന്നതാണ് ശക്തമായ വിലയിരുത്തൽ. അതെ, എനിക്ക് നമുക്ക് രണ്ടുപേർക്കും ഹിന്ദിയിൽ അങ്ങനെ വ്യക്തമായി സംസാരിക്കാൻ അല്ല, ട്വിറ്ററിലെ പോസ്റ്റുകളൊക്കെ അല്ല, നമുക്ക് ഹിന്ദിയിൽ നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഇതുണ്ടായിരുന്നെങ്കിൽ ഹിന്ദിയിൽ ചിലപ്പോൾ ഈ വീഡിയോ ചെയ്ത് നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് അയച്ചേനെ. അതെ, അതായത് യോഗി ആദിത്യനാഥിന്റെ പോസ്റ്റിന്റെ സെന്റൻസും ആ കാഠിന്യമൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ച് എനിക്കൊരു ഡൗട്ട് രാവിലെ, കേരളമാണോ ഇവർ പിടിച്ചത്? അത് അങ്ങനെ അത്തരത്തിലൊരു ചിന്തയാണ് വരുന്നത്. പക്ഷെ ഇവിടെ BJPയുടെ നയങ്ങളെ എതിർക്കുന്നത് കൊണ്ട് തന്നെയാണ് UDF ജയിച്ചത് എന്നുള്ളത് പറയാതിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ വിസ്മരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിക്കുന്നത്. പക്ഷേ നോക്കൂ, രാവിലെ ശ്രീലേഖ IPS പോലുള്ളവരൊക്കെയാണ് മേയർ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നതെങ്കിൽ എനിക്ക് ആര്യ രാജേന്ദ്രനപ്പുറം എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. അല്ല, എനിക്ക് VV രാജേഷ് വലിയ പ്രതീക്ഷയുള്ള ഒരാളാണ്. അതായത് VV രാജേഷ് സംഘടനാപരമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുണ്ട്. പക്ഷെ അദ്ദേഹം എന്ന വ്യക്തിയെടുത്ത് സംഘടനാപരമായി എനിക്ക് കൃത്യമായി അറിയാം. ഞാൻ ഒരു പാലോട് രവിയായിരുന്നു നെടുവങ്ങാട്. ഞാൻ താങ്കൾ ഒരേ മണ്ഡലം, നെടുവങ്ങാട് മണ്ഡലത്തിൽ പാലോട് രവിയുടെ തോൽവിക്ക് തന്നെ കാരണമായത് 2.5 ലക്ഷത്തോളം വോട്ടുകൾ പിടിച്ചു മാറ്റി VV രാജേഷ് ജയിക്കുന്നല്ല അവിടെ സി ദിവാകരൻ ജയിക്കുന്നൊരു സാഹചര്യമുണ്ട്. അത്രത്തോളം തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മുക്കും മൂലയും അറിയാവുന്ന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പാർലമെന്ററി എക്സ്പീരിയൻസ് ഉള്ള അതായത് ജനങ്ങളുടെ ഇടയിൽ പണിയെടുത്ത്, ഇതിനു മുമ്പ് കോർപ്പറേഷനിൽ പണിയെടുത്ത്, അതേപോലെ തന്നെ പാർലമെന്റിൽ നിന്ന് നിയമസഭയിൽ നിന്ന് തോറ്റ് ജയിച്ച് വാർഡ് കൗൺസിലറായി വന്ന്, പൂജപ്പുരയിൽ നിന്ന് കഴിഞ്ഞ വാർഡ് കൗൺസിലറായി ഇപ്പോൾ വന്ന് കൃത്യമായും VV രാജേഷിനെ പോലൊരു വ്യക്തിയെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതെ, മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവന്ന VV രാജേഷിനെ തന്നെ എനിക്ക് തോന്നുന്നു കെബിൻ പറഞ്ഞതുപോലെ സംഘടനാ പ്രവർത്തനത്തിൽ നന്നായിട്ട് നിന്ന എല്ലാ ചാനൽ ചർച്ചകളിലും. തീർച്ചയായിട്ടും. എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു, അതായത് VV രാജേഷിന് ഒരു സമയത്ത് ഭയങ്കരമായ ചാനൽ ഫാൻസ് ആയിരുന്നു. അതായത് തീർച്ചയായും ഈ കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് അദ്ദേഹം ഇപ്പോഴും BJP പ്രവർത്തകർക്കിടയിൽ അയാൾ ഒരു സൂപ്പർ സ്റ്റാർ ആണ്. അതെ, അതായത് അദ്ദേഹം ഒരു ചാനൽ ചർച്ച കഴിഞ്ഞിട്ട് ഏതോ കൊട്ടാരക്കര ഭാഗത്തെങ്ങാണ്ട് എന്തോ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഈ സുഹൃത്തിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ തിരിച്ച് ഹോട്ടലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേന് ഹോട്ടലിൽ പൈസ അടയ്ക്കാൻ നോക്കിയപ്പോഴത്തേന് VV രാജേഷിനും ടീമിനുമുള്ള ഫുൾ പൈസ ഏതോ ഒരു അഭ്യുതകാംക്ഷി പേ ചെയ്തിട്ട് പോയി, ഏകദേശം 2000-2500 രൂപ. അപ്പോൾ അത്രയ്ക്ക് ഫാൻ ബേസ് ഉള്ള ഒരു വ്യക്തിയാണ്. പിന്നെ പുള്ളിക്കാരൻ പറയുന്നത് വർഗീയതയാണ്. പിന്നെ BJP പൊളിറ്റിക്സ് ആണ് ചർച്ചകൾ. അതിപ്പോ ശശികല ടീച്ചറിന്റെ അടുത്ത് വർഗീയത പറയില്ലെന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അതേപോലെ അപ്പൊ അതേപോലെയാണ് അവർ അവരുടെ പൊളിറ്റിക്സ് പറയുന്നു. അത് പക്ഷെ വ്യക്തിപരമായി VV രാജേഷ് പക്ഷെ ഒരുപാട് ഇപ്പൊ അഴിമതി ആരോപണങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് ഉയർന്നു വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തെ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്കെതിരെയാണ് മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നിട്ട് അവിടുന്ന് ആ ഘട്ടത്തിലാണ് പിന്നെ പാലോട്ടിരിക്കായിട്ട് നെടുവങ്ങാട്ടേക്ക് കൊണ്ടുവന്നത്. അവിടെ വലിയ പ്രവർത്തനം ഒരു ഘട്ടത്തിൽ പാലോട്ടിരിക്കെ തോൽപ്പിക്കുന്നതിന് കാരണമായത് കോൺഗ്രസിന്റെ വോട്ടുകൾ മൊത്തം ഈ VV രാജേഷ് പിടിച്ചു മാറ്റിയത് കൊണ്ടാണ്. പിന്നെ പൂജപ്പുര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു, അവിടുന്ന് കൗൺസിലർ ആവുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം നിരന്തരം മേയറുട്ടിയുടെ പരിപാടി പുറകെ കൂടുന്നു, ശല്യപ്പെടുത്തുന്നു എന്ന് വെച്ചാൽ സമരം ചൂണ്ടിക്കാട്ടുന്നു.
സംഘടനാ പ്രവർത്തനം ചെയ്യുന്നു. പക്ഷേ ശ്രീലേഖ IPS കെട്ടിയിറക്കിയ മേയർ സ്ഥാനാർത്ഥി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. അപ്പോ വി രാജേഷിനെ സംബന്ധിച്ച് ഓഫ് ടോപ്പിക് ആണ്, പക്ഷെ ഒരു കാര്യം പറയാം. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വി രാജേഷ് എന്ന ടാഗ് ലൈൻ അടിച്ച് നമ്മൾ സെർച്ച് ചെയ്താൽ വരുന്ന റീലുകൾ എന്താണെന്ന് കെവിന് പറയാൻ കഴിയോ? ഇല്ല, എനിക്ക് അങ്ങനെ സെർച്ച് ചെയ്തിട്ടില്ല. നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത്? അതെ നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത്? അപ്പൊ എന്താണ് പറഞ്ഞത്? അല്ല, രസകരമാണ് അത്. അതെ, നികേഷ് പറയൂ. അതല്ലേ പഴയ റിപ്പോർട്ടർ TV ചർച്ച. പക്ഷെ ജനകീയനാണ്, എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു ഫാമിലിയൊക്കെ പണ്ടത്തെ CPM കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. പുള്ളി വരെ SFI കാരനായിരുന്നു എന്നാണ് നേരത്തെ ഹർഷയോട് സംസാരിക്കുകയായിരുന്നു. നമ്മുടെയൊക്കെ ചെറുതിലെ ഇടതും വലുതും മാത്രമേ നമുക്ക് അറിയുള്ളൂ. പിന്നീട് വന്ന BJP-യിൽ നമ്മൾ പഠിച്ച ആദ്യത്തെ പേരുകളിൽ ഒന്നായിരിക്കും വി രാജേഷ്. അതെ, പത്മകുമാർ, വി രാജേഷ്, അങ്ങനെയുള്ള കുറെ പേരുകൾ കേൾക്കുന്നത് ആദ്യഘട്ടത്തിൽ, കോളേജ് കാലഘട്ടത്തിൽ കേൾക്കുന്നത്, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കേൾക്കുന്നത് സുരേഷ് ഏട്ടന്റെ പേര്, അങ്ങനെ കുറെ പേരുകൾ കേൾക്കുന്ന ആദ്യഘട്ടത്തിലാണ്. പിന്നെ അതിനുശേഷം അങ്ങോട്ട് വളർന്ന് പന്തിലിക്കുകയാണ്. കേരളത്തിൽ BJP വളരുന്നുണ്ടോ എന്ന ചോദ്യം കഴിഞ്ഞ ദിവസം സുഹൃത്ത് വളരുന്നുണ്ട്. അവരുടെ വോട്ട് ശതമാനം എന്റെ കോളേജില്, നമ്മുടെ കോളേജില് എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ചിറങ്ങി 2 വർഷം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ആദ്യത്തെ ഒരു സീറ്റ് ABVP പിടിക്കുകയാണ്. അന്ന് നമ്മുടെ സംഘടനാ ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജാണ്, എടാ നീയൊക്കെ ഒരു സീറ്റ് എന്ന് പറഞ്ഞ് കളിയാക്കരുത്, ഇവനൊക്കെ ഒറ്റ സീറ്റിൽ എന്നുള്ളത്. ആ മെസ്സേജ് ഞാൻ ഇപ്പോഴും മറക്കില്ല. അത് മനസ്സിലുണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്. ആദ്യമായി മാർവിയൻസ് കോളേജിൽ സീറ്റ് പിടിക്കുന്നു. അതെ, അത് വലിയൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെയാണ് കേരളത്തിൽ ഒന്നിൽ നിന്ന് ഇങ്ങനെ വളരാൻ കനലൊരു തരിമതി എന്ന് പറയുന്നത് എനിക്കൊന്ന് CPM-നേക്കാളും BJP-ക്കാണ് ചേരുന്നത്. കെടുത്താൻ പാകത്തിനുള്ള വെള്ളം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിന്റെയും കയ്യിലുണ്ട് എന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും. അല്ല, അവർ സട്ടൈലായിട്ടുള്ള പ്രവർത്തനങ്ങൾ വെച്ച് വളർന്നു വരുന്നുണ്ട്. ഇതിപ്പം നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യണം, നമുക്ക് ചുറ്റുമുള്ളവരെല്ലാവരും മുഖംമൂടി ധരിച്ച സംഘികളാണോ എന്ന് ഭയപ്പെടുന്ന ഫ്രണ്ട് പറയായിരുന്നു. അതെ, എന്റെ ബോയ് ഫ്രണ്ട് സംഘിയാണോ എന്നൊരു ഡൗട്ടാണ്. 1.5 വർഷമായി പ്രേമിക്കുക, പക്ഷെ സംഖ്യയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ചോദിക്കാനിട്ട് മടിയും താൻ. അപ്പൊ എന്തായാലും BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ളതാണ്. ബാക്കി എല്ലാ ഘടകങ്ങളിൽ ഇപ്പോഴും BJP. അതെ, പക്ഷേ കൊട്ടിഘോഷിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റവും BJP കേരളത്തിൽ നടത്തിയിട്ടില്ല.